ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. ഹരിശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണ മാസാചരണത്തിൽ 28-ാം ദിവസം യുദ്ധകാണ്ഡത്തിലെ മേഘനാഥവധം, രാവണവിലാപം, രാവണൻ്റെ ഹോമവിഘ്നം ആണ് ഇന്നിവിടെ അനുസ്മരിക്കുന്നത്. മൃതസഞ്ജീവനിയിലൂടെ രാമലക്ഷ്മണന്മാർക്കും കപിവരന്മാർക്കും ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഈ സമയത്ത് സുഗ്രീവനും അംഗദനും തന്നോടൊപ്പമുള്ള വാനരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ പോയി ലങ്കയെല്ലാം അടിച്ചു തകർക്കണം, തീ വയ്ക്കണം, എല്ലാം നശിപ്പിക്കണം. മുൻപ് ഹനുമാൻ ലങ്ക ദഹനം നടത്തിയതാണ്. വീണ്ടും നിർമ്മിച്ച മനോഹരമായ ആ ലങ്കാപുരം ഭസ്മമായി തീർക്കണം. രാവണൻ അതറിഞ്ഞു. രാവണൻ കുംഭകർണൻ്റെ മക്കളോട് പറയുന്നു യുദ്ധം ചെയ്യാൻ. കുംഭനും സഹോദരനായ നികുംബനും യുദ്ധത്തിന് പുറപ്പെട്ടു. അതിഗംഭീര യുദ്ധം നടന്നു. രാമപക്ഷത്തുള്ള വാനരന്മാരിലെ വിവിധൻ എന്ന മഹാബലനാണ് ശോണിത നേത്രൻ എന്ന രാക്ഷസനെ വധിച്ചത്. പിന്നെ കുംഭൻ വന്നു. സുഗ്രീവനുമായി ഏറ്റുമുട്ടി സുഗ്രീവൻ കുംഭനെ വധിച്ചു. യുദ്ധം വീണ്ടും ഗംഭീരമായി നടക്കുന്നു. കുംഭൻ്റെ സഹോദരൻ നികുംബനും മരിച്ചു വീണു. ആ സമയത്ത് മകരാക്ഷൻ എന്ന അസുരനോട് യുദ്ധത്തിന് ചെല്ലാൻ രാവണൻ പറഞ്ഞു. യുദ്ധത്തിൽ മകരാക്ഷനും വധിക്കപ്പെട്ടു. അപ്പോൾ രാവണൻ പറയുന്നു, എനിക്ക് ആരുമില്ല, ഇനി ഞാൻ തന്നെ യുദ്ധത്തിന് പോകുന്നു എന്ന് രാവണൻ പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് ഇന്ദ്രജിത്ത് വന്ന് രാവണനോട് പറയുന്നു, അങ്ങ് യുദ്ധത്തിന് പോകരുത്, ഞാൻ പോയി യുദ്ധം ചെയ്ത് അവരെ എല്ലാം ഇല്ലാതാക്കി അങ്ങയുടെ ദുഃഖം ഇല്ലാതാക്കി തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് സൗമിത്രി, ഏട്ടാ ഇതാ നമ്മളെ ഇല്ലാതാക്കാൻ ഇന്ദ്രജിത്ത് വരുന്നുണ്ട്, ലക്ഷ്മണൻ പറഞ്ഞു. ഇനിയും നമ്മൾ കാക്കണോ? ഇന്ദ്രാസ്ത്രം പ്രയോഗിക്കുകയല്ലേ വേണ്ടത്? രാമൻ പറഞ്ഞു, ഞാൻ പോകുന്നു അവനെ നേരിടാൻ. അപ്പോൾ ഇന്ദ്രജിത്ത് മായാസീതയെ കൊണ്ടുവന്ന് വാനരന്മാരുടെ മുന്നിൽ വെച്ച് കഴുത്ത് മുറിച്ചു കൊന്നു മായാസീതയെ. സാക്ഷാൽ മാരുതി പോലും ആ മായാവിദ്യ മനസ്സിലാക്കിയില്ല. നേരെ രാമനോട് ചെന്ന് വിവരം പറഞ്ഞു. ആ സീതാദേവിയെ ഇന്ദ്രജിത്ത് വധിച്ചു. രാമലക്ഷ്മണൻ അത് കേട്ട് ബോധം കെട്ടു വീണു. അങ്ങനെ എല്ലാവരും പേടിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ വിഭീഷണൻ അവിടേക്ക് വന്നു. ചോദിച്ചു, എന്താണ്, എന്തുപറ്റി എല്ലാവരും വിഷമത്തോടെ നിൽക്കുന്നത്? അപ്പോൾ അവർ വിവരമെല്ലാം പറഞ്ഞു. അപ്പോൾ വിഭീഷണൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുരങ്ങന്മാർക്ക് എന്തറിയാം വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ഈ ലോകത്രയത്തിൽ ആർക്കും പറ്റില്ല. ഇത് വെറും മായയാണ്. അതുകൊണ്ട് അങ്ങ് അവനെ നിഗ്രഹിക്കുകയാണ് വേണ്ടത്. അത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി യുദ്ധത്തിന് പുറപ്പെട്ടു. ലക്ഷ്മണൻ കൂടെ നടന്നു. വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇപ്പോൾ രാവണൻ ഒരു ഹോമം തുടങ്ങുകയാണ്. ആ ഹോമത്തെ ഇല്ലാതാക്കണം, എന്നാലേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കൂ. ഹോമം പൂർത്തീകരിച്ച് അവർ അജയ്യരാകും. അതുകൊണ്ട് വേഗം ചെല്ലൂ. എന്നിട്ട് വിഭീഷണനും ലക്ഷ്മണനും വാനരന്മാരുമായി ഹോമം ചെയ്യുന്ന സ്ഥലത്തെത്തി. അങ്ങനെ ലക്ഷ്മണനും വിഭീഷണനും കൂടി ഹോമം മുടക്കാൻ തുടങ്ങി. അപ്പോൾ രാവണൻ ചാടി എഴുന്നേറ്റ് അങ്ങനെ ഹോമം മുടങ്ങി. പിന്നെ വിഭീഷണനും രാവണപുത്രനും തമ്മിലുള്ള വാഗ്വാദമാണ് നടന്നത്. പിന്നെ ഗംഭീരമായ യുദ്ധം. ഇതുപോലെയുള്ള യുദ്ധം ഉണ്ടായിട്ടില്ല. അവസാനം യുദ്ധത്തിൽ ഇന്ദ്രജിത്തിൻ്റെ കഴുത്ത് മുറിച്ച് വധിച്ചു.
ലക്ഷ്മണനാണ് ഇന്ദ്രജിത്തിനെ വധിച്ചത്. ശ്രീരാമൻ ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, വലിയ ദുഷ്കരമായ കാര്യമാണ് നീ ചെയ്തത്. മകൻ മരിച്ചതോടുകൂടി കരയുന്ന രാവണൻ്റെ ദീനവിലാപങ്ങൾ കേൾക്കാം. രാവണൻ പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചത് ജാനകി കാരണമാണ്. ഞാൻ അവളെ കൊന്ന് അവളുടെ ചോര കുടിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ സീതയെ കൊല്ലാനായി പോകുമ്പോൾ ബുദ്ധിമാനായ സുഭാർശ്വൻ വന്ന് രാവണനോട് പറഞ്ഞു, അങ്ങ് ചെയ്യാൻ പോകുന്നത് അങ്ങയുടെ യശസ്സിന് കളങ്കം വരുത്തുന്ന കാര്യമാണ്. അങ്ങ് സാമവേദജ്ഞൻ, സമസ്ത വിദ്യാലയൻ, വാമദേവാദി വാസാത്മ ജിതേന്ദ്രൻ ഒക്കെയാണ്. എന്നിട്ട് എന്തിനാണ് അങ്ങയുടെ യശസ്സിന് കളങ്കം വരുന്ന പ്രവൃത്തി ചെയ്യുന്നത്? അത് കേട്ട് രാവണൻ സീതയെ കൊല്ലുന്ന പ്രവൃത്തിയിൽ നിന്നും പിൻവാങ്ങി. എന്നിട്ട് ശ്രീരാമസ്വാമിയുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. അവിടെ ശ്രീരാമൻ രാവണനെ തോൽപ്പിച്ചു. ഈ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. മേഘനാഥവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കിടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനേനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിന് വാനരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ തടാകങ്ങൾ തൂർക്ക കുടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചർ ഉൾക്കരുത്തുള്ളവരെന്നുമുണ്ടെങ്കിലോ എന്തു പറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജിസമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിച്ചാനനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തിമുഴുത്തു തെരുതരെ ചാകയും മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്ന് പറയുകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്ന് അലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ്യാനാഥഘോഷവും ആനകൾ വന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ടു ഉരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴുങ്ങി ചമഞ്ഞിതു. ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികമ്പനും അന്നേരം മുമ്പിൽ ഞാനിന്ന് മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജങ്കനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നവൾ ഇമ്പം കലർന്നടുത്താർ കവിവീരരും രാത്രിയിൽ ആർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതരെ ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ ഭേദിച്ച് രാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ച് മടിച്ചു അങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായികെന്ന് ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാർ അഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പൂക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ പമ്പോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടതാ ജമ്പാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടങ്ങുന്നടുത്താൻ പ്രജങ്കനും യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചെടുത്താരതു നേരം അങ്കദൻ കൗണവന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലീതനയനും മൈന്ദനമാശുവിവതനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജങ്കനെയും താരേയനുമത പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയുമത മൈന്ദനും യുപാക്ഷനെ കൊന്നു വീഴ്ത്തിനാർ. നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചേടിനാൻ. വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാമാറു ചാടി വീണു ഉഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ. അബ്ദിയിൽ വാരാനിധിയും കലക്കി മറിച്ചതീ ഘോരന കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനതു അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ.
സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംബൻ പരികവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാദം ചെയ്തെടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംബനെ തൽക്ഷണേ മാരുതി മാറിലടിച്ചാൻ നികുംബനും പാരിൽ നുറങ്ങി വീണു തൽപരികവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായൊരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താൻ കവിവീരരും ലങ്കയിൽ പൂക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു കുംഭാദികൾ മരിച്ച വിവരം കേട്ട് ചെമ്പാരി വൈരിയും ഭീതി പൂണ്ടിയിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യോന്യ കോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീരാമാദികളെ ജയിച്ചെങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തു രണാങ്കണേ. പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനർ ചെന്ന ഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞത് കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായ ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതി നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താൻ ഏതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലാന്മാർ ചാടി ശൂലവും കൊണ്ട് പാരമെടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ട് കണ്ടവും ഛേദിച്ചു ദേവകൾക്കാപത്ത് മുട്ടുതീർത്തിയിടിനാൻ. രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനത് കേട്ടു ദേവകുലാന്തകനാക്കിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അത് കണ്ട് മേഘാനിനാഥനും ത്വൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ച് ഉൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തഃപുരം പോക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ച് വൃത്താരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദമം കണ്ട് സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടനന്തരം വരുത്തുന്ന എത്ര നാളേക്ക് പൊറുക്കണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്ര ചൊന്ന വാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കലോട് വരുന്നവരോട് ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാമത അല്ലായികിലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനതയെന്നേ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൂക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാ സീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതി താനും പരവശനായതു വാനരവീരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമരാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചേടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിന് യുദ്ധത്തിനാപത്തിൻ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവതം മമ. സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ച് ശോകാതുരനായി മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങ് ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ. യുദ്ധമാകന്യ വിധിസുതനും കവി സത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങ് വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ട് തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ എന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചെന്നത് കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ. മോഹിച്ചു ഭൂമിയിൽ വീണു രഘൂത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിയിടിനാൻ മന്നവൻ തൻ പദ അഞ്ജനാപുത്രനും ഉത്സംഗസീംനി ചേർത്താൻ
അതു കണ്ടു നിസ്സംജ്ഞരായൊക്കെ നിന്നു കവികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമായുണ്ടായതെന്ന് ആത്മനി ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യിണ കൊട്ടിച്ചിരിച്ച് വിഭീഷണൻ, അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞോ വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാം. മായാ നിപുണനാം മേഘനിനാഥൻ ഈ കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശുകൾ. മർക്കടന്മാർ ചെന്നു ഉപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബിലയിൽ ചെന്നു പൂക്കുടൻ തൻ്റെ ഹോമം കഴിപ്പതിനായി കൊണ്ടു കണ്ടോരുപായമത്യത്ഭുതം. ചെന്നിനീ ഹോമം മുടക്കേണമല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിതേ. ലക്ഷ്മണനും അടിയന് കപികുല മുഖ്യ പ്രവരരുമായിട്ട് പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്ര അയക്കണമെന്ന് വിഭീഷണൻ ചൊന്നതു കേട്ടവൾ ആലസ്യവും തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തെ കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്ന് ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരീധാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും ധീരൻ പ്രമാധി ശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലി ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദിയിലുള്ള കവികളും ചുറ്റും നടന്നതു. ലക്ഷ്മണൻ തന്നോടും മുമ്പിൽ നടന്ന വിഭീഷണൻ താനുമായി ചെന്ന് നികുംബില പൂക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി അടുത്തു കവികളും. ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങിനാൻ അറ്റമില്ലാതൊരു രാക്ഷസവീരരും. മുറ്റുകയിലെ ഹോമം നമുക്കിങ്ങനെ പറ്റലരെ ചെറ്റകറ്റി ഒഴിഞ്ഞെന്ന് കൽപ്പിച്ചു രാവണി. വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്ത് പോരിനടുത്തിയിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംബിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനും അന്നേരം. കണ്ടു വിഭീഷൺ സൗമിത്രിതനോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞില്ല ഹോമ ഇവനെങ്കിൽ നേരെ വിളിച്ചെത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയം അടുത്തെതി വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷൺ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ട് തടുത്ത് ഇന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങൾ എഴുതിയിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്ത് മരുൾ സുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചെന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശനം വരുത്തും ജനങ്ങൾക്ക് പാർത്ത് കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയ നീ. വംശം മുടിക്കുന്നതിന് നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മനസ്സേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനെന്നു ഞാൻ അംശുമാരി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതേത് മുറിഞ്ഞു കളഞ്ഞതാ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാവിശേഷിച്ചും. കണ്ടുകൊള്ളലായെങ്കിൽ ഇന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്ക് ഭക്ഷണമാക്കുവാൻ. ഇത്തം പറഞ്ഞ 7 ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമേതു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാൻ.
തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ വൃത്താരിജിത്തും സരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനേനും പാരമെടുത്തഞ്ചു ബാണം പ്രയോഗിച്ചും തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലം മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ മൂന്നാം പൈതതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പൂക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചു തന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഉണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവ ദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംബോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ടാത്മജൻ കണ്ടവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമാം അന്തരാ തോണിയിൽ വന്നു പൂക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ ആമയം തീർന്നതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങൾ 1000 വിളങ്ങി തഥാ ഗോത്രാരിദാനം പ്രസാദിച്ചതേറ്റവും. താപം അകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുബി നാദവും ഘോഷിച്ചതേറ്റമാൻ ആനന്ദിച്ചിതാശുവിരിഞ്ചനു അന്നേരം. ശങ്കാവിഹീനം ചെറുനാണലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദവും ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായി ആലിംഗനം ചെയ്തു രാഘവ ഊഢമോദം മുകർന്നിടിനാൻ മൂർധനി. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയ നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും. ഇനി രാവണവിലാപം. ഇത്തം അന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ വീണതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാഹാ സുകുമാര വീരാമനോഹര. മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതോ, ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്ന് നന്നായി ഉറങ്ങിയിടുമാറായതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലവുമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണമെന്നതുകൊണ്ടു. ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവും ഓങ്ങി തിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായി എത്രം വേപതൂഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരെ. ബുദ്ധിമാനായ ശുഭാർശൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുര സത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറഞ്ഞാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യന പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാ ജിതേന്ദ്രിയൻ. വേദവിദ്യാവൃത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാനെന്ന് യുദ്ധാന്തരെ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും. ശ്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്രപ്രവര പ്രഭോ മയാ സാർദ്ധം വിരവോട് പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർജതു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക
മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ ശുഭാർശൻ പറഞ്ഞത് യാതുദാനാധിപൻ കേട്ട് സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടതോ പോരിനായി ചെന്നു രക്ഷോബലൻ രാമനോടേറ്റതു ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് എതിർത്തതു രാവണൻ നിന്ന് പോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങൾ എയ്തെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതിൻ ഭീരുവായി ലങ്കാപുരം പൂക്കനന്തരം. രാവണൻ്റെ ഹോമവിഘ്നം. പിന്നെ രാവണൻ നേരെ ശുക്രാചാര്യരുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എന്നെ രക്ഷിക്കൂ, അതിനുള്ള വഴി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോൾ ശുക്രാചാര്യൻ രാവണന് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആരും അറിയാതെ ഒരു ഗുഹയിൽ പോയിരുന്ന് ഈ മന്ത്രം ജപിച്ചോളൂ, ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമം നടത്തുക എന്ന് ശുക്രാചാര്യർ പറഞ്ഞു. അപ്പോൾ രാമനെ തോൽപ്പിക്കാൻ സാധിക്കും. അതുപോലെ രാവണൻ ഒരു ഗുഹയിൽ പോയി ഹോമം ആരംഭിച്ചു. ഹോമധൂമം ആകാശത്തിൽ ഉയർന്നു പൊങ്ങി. അതുകണ്ട് വിഭീഷണൻ പറഞ്ഞു, ആ ഹോമം മുടക്കാനായി വേഗം അയക്കുക കപികുല വീരരെ. ഹനുമാനും അങ്കദനും കപിവീരന്മാരുമായി രാവണൻ്റെ ഹോമസ്ഥലത്തെത്തി. ആ ഹോമം മുടക്കാൻ പലതും ചെയ്തു. പക്ഷേ രാവണൻ്റെ ശ്രദ്ധ തിരിക്കാൻ കഴിഞ്ഞില്ല. ഹോമത്തെ മുടക്കാൻ പറ്റിയില്ല. അവസാനം കപിവീരന്മാർ രാവണൻ്റെ പത്നിയായ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. രാവണനെ കണക്കിന് ശകാരിച്ചു മണ്ഡോദരി. അതോടെ രാവണൻ ഹോമം നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒന്നുകിൽ രാമലക്ഷ്മണന്മാരെ വധിക്കും, അല്ലെങ്കിൽ രാമബാണമേറ്റ് ഞാൻ മരിക്കും. എന്നെ രാമൻ വധിച്ചാൽ നീ സീതയെയും വധിക്കണം എന്ന് രാവണൻ മണ്ഡോദരിയോട് പറഞ്ഞു. മണ്ഡോദരി രാവണനെ ഉപദേശിച്ചു. പക്ഷെ അതൊന്നും ചെവിക്കൊണ്ടില്ല. എൻ്റെ മക്കളും മരുമക്കളും മന്ത്രിമാരും എല്ലാവരും മരിച്ചിട്ട് ഞാൻ ഏകനായി എന്തിനു ജീവിച്ചിരിക്കണം? അതുകൊണ്ട് ഞാൻ രാമനോട് യുദ്ധം ചെയ്ത് ആ രാമസായകം എന്നെ വൈകുണ്ഠത്തിൽ എത്തിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ ഉറച്ച കാലടികളോടെ രാമനുമായി യുദ്ധം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടു രാവണൻ. പാരായണം ചെയ്യുന്നു. രാവണൻ്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതി അമർക്കടവീരരും അർക്കാനയോത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ച് വാരധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാഗിയായതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സൽഗുരു. ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനാകിയ മഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലെ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞു കൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീര ചാപ അശ്വരഥാദികൾ വാനവരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊൾ എന്നോട് സാദരം അന്തരമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഗവ്യഹവ്യാദിഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പൂക്കുശുദ്ധനായി ധ്യാനമുറപ്പിച്ച് തൽഫലം പ്രാർത്ഥിച്ച് മൗനവും ദീക്ഷിച്ച് ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉത്തിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിയിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ. ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണെ. ഹോമം മുടക്കുവാൻ അയച്ചിടുക സാമോദമാശു കപികുല വീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്ര അങ്കാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതി ഏറിക്കടന്നങ്ങു രാവണ മന്ദിരം പൂക്കു പുരപാലകന്മാരെയും കൊന്നു മർക്കട വീരരു ഒരുമിച്ചനാകുലം ഭാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാത്സരമാ നിജകര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം.
ക്ഷോമഗുഹദ്വാരബന്ധന പാഷാണമായ മാമയഹീനം പൊടിപെടുത്തങ്കതൻ തത്ര ഗുഹയിലകം പൂക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായി തന്തികെ. മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയ തെറ്റെന്നു ചെന്നു ഗുഹയിൽ ഇറങ്ങിനാർ. കണ്ണുമടച്ചങ്ങ് ധ്യാനിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചതു മേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹൽസ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ അതുകൊണ്ട് സത്വരം. ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിനേതു വിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിന. വിശ്രസ്ത വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിൽ ഇട്ടാശു കപിവരർ എന്നെ തലമുടി ചുറ്റി പിടിപെട്ടു പാരിൽ ഇഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരേ പരിവം ഓർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തൊന്നു ദുർമതേ. ജീവിതാശാദേ ബലീയസി മാനസേ ഹാ വിധി വൈഭവമെത്രയും അത്ഭുതം. അർത്ഥം പുരുഷൻ ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നത് ഉത്തമം ഏവനും. നാണവും പത്നിയും വേണ്ടിലിവനും തൻ പ്രാണഭയം കൊണ്ട് മൂടൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം അങ്കദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കവികളും. രാത്രിഞ്ചരേശ്വര പത്നിയെയും ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമമശേഷം മുടക്കി വയമെന്ന് രാമാന്തികെ ചെന്നു കൈ തൊഴുതിയിടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസനൻ ചൊല്ലിനാൻ, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണ ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടും നീ ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാത അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധ ലോഭമോഹസ്പൃഹ രാഗഹർഷാദിജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കുള്ള അജ്ഞാനമെല്ലാം അകലെ കളക നീ. ജ്ഞാനസ്വരൂപൻ ആത്മാപരൻ അദ്വയൻ ആനന്ദപൂർണൻ സ്വരൂപൻ അലേപകൻ. ഒന്നിനോടില്ല സംയോഗമതിന് മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനുമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായെങ്കിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ. പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വിഗ്രഹിച്ചതു കേട്ട് മണ്ഡോദരിയും ദശഗ്രീവനോടിത്തം പറഞ്ഞാളതു നേരം, രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലില്ലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നം 1,00,000 യോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമദനകാലേ പുരാ ഘോരമാമന്തരം പൃഷ്ഠേ ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും. ഘോരനായോരു ഹിരണ്യാകശിപു തൻ മാറിടം കൈനകം കൊണ്ടു പിളർന്നതും. 3 അടി മണ്ണ് ബലിയോട് യാചിച്ചു മൂലോകവും 3 അടിയായി അളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പൃഥ്വിപതിയായ രാമൻ ഇവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീ സുധാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ
വന്നു പിറന്നതു എന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃത. നിർലജ്ജനാകയാൽ മൂഢാചലപ്രഭോ, വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴുക തപസ്സിനായി. മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്ര മാതൃസോദരന്മാരെ മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ, ഭാവിച്ചവണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജം അനുഭവിച്ചിടുവൻ. ഇത്രയും ഭാഗങ്ങൾ അക്ഷരപുഷ്പാഞ്ജലിയായി ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ദശരഥാത്മജം ദേവവന്ദിതം ത്രിദശപൂജിതം ത്രിദിവപാലകം കാമപൂജിതം കാമദായകം രാമനായകം നിത്യമാശ്രയേ. രഘുകുലോത്തമം രാവണാന്തകം രവികുലോത്ഭവം രാഗനാശകം ഭക്തരക്ഷകം മുക്തിദായകം രാമനായകം നിത്യമാശ്രയേ. ശരണമേ ഗണേ രാമ ശരണമേ ഗണേ, 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 രാമ ശരണമേ ഗണേ, രാമ ശരണമേ ഗണേ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാമോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീഷ. ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്കേ ജയ്. ജയ് ശ്രീരാം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.